ആലപ്പുഴയിലെ സംഭവം അത് അന്വേഷണ സമിതിയൊക്കെ നിയോഗിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ആരോഗ്യമന്ത്രി ഉത്തരവാദിത്തത്തിൽ നിന്ന് തലയൂരുകയാണോ? അല്ലെ, എത്ര അന്വേഷണ സമിതിയായി കേരളത്തിൽ ഇത് ഒറ്റപ്പെട്ട സംഭവം അല്ലല്ലോ. ഒന്നിനു പിറകെ ഒന്നായിട്ട് നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ പോകുന്ന, മെഡിക്കൽ കോളേജിൽ പോകുന്ന ആൾക്ക് ഒന്നുകിൽ അവയവം നഷ്ടപ്പെട്ടിട്ട് തിരിച്ചു വരേണ്ടി വരും, അല്ലെങ്കിൽ എന്തെങ്കിലും ഉപകരണങ്ങൾ വയറ്റിൽ കൊണ്ടുവന്നത് ജീവിക്കേണ്ടി വരും. ഇത് ഒരു സംഭവമാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം, ഒറ്റപ്പെട്ട സംഭവമല്ല. കോഴിക്കോട് ഹർഷീനിയൻ സംഭവത്തിന് ശേഷം എത്ര സംഭവങ്ങൾ, വയനാട്, പാലക്കാട്, എത്ര സ്ഥലങ്ങളിലാണ് ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്ര അനാസ്ഥയുടെ ഏറ്റവും വലിയ പര്യായമായി മാറിയിരിക്കുകയാണ് കേരളത്തിലെ പൊതുജനാരോഗ്യ രംഗം. അവർ നമ്പർ 1 എന്നൊക്കെ പറഞ്ഞ് പബ്ലിസിറ്റി കൊടുക്കുകയാണ്. പബ്ലിസിറ്റി അല്ലല്ലോ, ഇതാണ് റിയാലിറ്റി. എന്തൊരു സങ്കടമാണെന്ന് ആലോചിച്ച്. ഞാൻ ഇന്നലെ രാത്രി ആ വാർത്ത കണ്ടിട്ട് ആ സ്ത്രീയെ വിളിച്ചപ്പോൾ ഒരു പൊട്ടിക്കരയായിരുന്നു. അവർ തൊഴിലുറപ്പ് തൊഴിലാളിയാണ്, ഇതും വെച്ചുകൊണ്ട് വയറ്റിലേക്ക് വെച്ചുകൊണ്ട് തൊഴിലുറപ്പ് തൊഴിലാളി അവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, പല വേദനകളും സഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഒന്ന് ഇത് കണ്ടുപിടിക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടായില്ല. 5 വർഷക്കാലം അവർക്ക് കൊണ്ടെടുക്കേണ്ടി വന്നു തന്നെ സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയ ഫെയിലിയർ അല്ലേ, ഏറ്റവും വലിയ ദൗർഭാഗ്യമല്ലേ. എന്നിട്ട് ഇത്തരം സംഭവങ്ങളുണ്ടായാൽ അതിന് വളരെ ലൈറ്റായിട്ട് ലാഘവത്തോടെ കാണുക. ഇന്നലെ ഞാൻ കേട്ടോ ഹർഷീനയുടെ പ്രതികരണങ്ങൾ. 4 കൊല്ലമായിട്ടും അവർക്കൊരു പരിഹാരം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടില്ല. ഇതൊക്കെ ചെറിയ കാര്യങ്ങളല്ലേ, വലിയ കാര്യങ്ങളാണോ? ഒരാൾക്ക് പ്രയാസമുണ്ടായി, സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായി, ആരോഗ്യവകുപ്പിന് വീഴ്ചയുണ്ടായി, അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ അതിന് ശക്തമായ നടപടിയെടുത്ത് പരിഹാരം കാണുന്നതിന് പകരം ലാഘവത്തോടെ കാണുന്ന ഈ സമീപനം ഉണ്ടല്ലോ, അത് വളരെ അങ്ങേയറ്റത്തെ സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. അതിന് എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെയൊക്കെ? ഇതൊക്കെ നമുക്ക് നമ്മളും ജീവിക്കുന്നത് ഈ സമൂഹത്തിലല്ലേ, ഇങ്ങനെയൊക്കെ കേട്ടുകൊണ്ടിരിക്കാൻ പറ്റൂ? വയറ്റിൽ അത് 10 കൊല്ലം ഇരുന്നാലും 20 കൊല്ലം ഇരുന്നാലും ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞാൽ എന്തൊരു ന്യായീകരണമാണ്. അപ്പോൾ ഇതിപ്പോൾ എല്ലാ ഉപകരണങ്ങളും, മെഡിക്കൽ ശസ്ത്രക്രിയ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളെല്ലാം വയറ്റിലോട്ട് പോകട്ടെ എന്നാണോ ഉദ്ദേശിക്കുന്നത്? ഒരു കുഴപ്പമുണ്ടാവില്ല എന്ന് പറഞ്ഞാൽ ഇത് കണ്ടെത്തിയതിന് ശേഷവും ഒരു അടിയന്തര നടപടി ഉണ്ടായില്ലെന്ന് മാത്രമല്ല, ഇത് പുറത്തു പറയരുത് എന്നുള്ളതാണ്. ഇന്നലെ സംഭവിച്ചത് രാവിലെ പോയിട്ട് കണ്ടെത്തി കഴിഞ്ഞു. അതിനെ ഗൗരവതരത്തിൽ വാർ ഫൂട്ടിംഗ് ലെവലിൽ കൈകാര്യം ചെയ്ത് അടിയന്തരമായിട്ടും അവരെ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കുന്നതിന് പകരം ഇതൊന്നും ആരോടും പറയരുത്, ഒളിച്ചു വെക്കുന്ന സമീപനമാണ് ആശുപത്രി അധികൃതരും സർക്കാരും സ്വീകരിച്ചിരിക്കുന്നത്. ഇത് തന്നെ ഒരു പിന്നെ നുണയുടെ പര്യായമായിട്ട് സർക്കാർ മാറിയുള്ള തെളിവല്ലേ അത്? കാരണം ഉള്ള സത്യങ്ങളെ മൂടി വെക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമല്ലേ അത്? നമ്മൾ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്നതിനെ എങ്ങനെ നേരിടുന്നു എന്നുള്ളതിലല്ലേ കാര്യമിരിക്കുന്നത്. അത് സമ്പൂർണ്ണ പരാജയമാണ് തെളിയിച്ചതല്ലേ. നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്ന എന്താണ്? ഇത്തരം ദാരുണമായൊരു സംഭവം റിപ്പോർട്ട് ചെയ്തൊരു സഹോദരി വന്നാൽ അതും ആശുപത്രിയുടെ പിടിപ്പുകേട് കൊണ്ടും കെടുകാര്യസ്ഥത കൊണ്ടും നടന്നതാണെന്ന് ബോധ്യപ്പെട്ടാൽ അപ്പം തന്നെ റെമഡിയൽ മെഷേഴ്സ് എടുത്തിട്ട് അവർക്ക് വേണ്ടുന്ന ആശ്വാസം കൊടുക്കുകയല്ലേ വേണ്ടത്. ഞാൻ ഇന്നലെ രാത്രി തന്നെ അവരോട് സംസാരിച്ചു. അമൃതയിലോട്ട് കൊണ്ടുപോയിട്ട് അവരെ അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അവിടെ ആവശ്യമായ ഞാൻ ധരിച്ചത് ഈ വാർത്ത വന്നപ്പോഴെങ്കിലും സർക്കാർ ഇടപെടുന്നതായിരുന്നു. ഞാൻ ചാനലുകളെല്ലാം പറഞ്ഞത് ഇന്നലെ അതായിരുന്നു, സർക്കാർ ഇമ്മീഡിയറ്റ് ആയിട്ട് സർക്കാർ ഇടപെടണം, വേണ്ട ചികിത്സ കൊടുക്കണം. ഇത് വലിയ കാര്യമൊന്നുമല്ല, ഒരു സർക്കാരെ സംബന്ധിച്ചിടത്തോളം കൊച്ചു കാര്യമല്ലേ. അവരുടൻ തന്നെ അവർക്ക് ആവശ്യമുള്ള, അവർക്ക് കംഫർട്ടബിളായി തോന്നുന്ന അവർ പറഞ്ഞ് മെഡിക്കൽ കോളേജിൽ പോകാൻ പേടിയാണ്. അത് സാധാരണക്കാരൻ്റെ ഒരു വികാരമാണ് അവരവിടെ കാണിച്ചത്. എനിക്ക് മെഡിക്കൽ കോളേജിൽ പോകാൻ പേടിയാണ് വീണ്ടും പറയുന്നത് ഒരവസ്ഥ നമ്മളെ പൊതുജനാരോഗ്യത്തിന് നേരെ നിൽക്കുന്ന ഒരു വളരെ ചോദ്യചിഹ്നമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അവരിത് പറയുമ്പോൾ അവർക്ക് കംഫർട്ടബിളായ ആശുപത്രിയിൽ കൊണ്ടുപോയിട്ട് അഡ്മിറ്റ് ചെയ്തതിന് പകരം അവിടെ വരട്ടെ ലാഘവത്തോടെ. അടുത്ത തിങ്കളാഴ്ച വരാനാണ് പറഞ്ഞത് ആശുപത്രിയിൽ. അപ്പോൾ ഞാൻ പിന്നെ അതിനാവശ്യമായിട്ടുള്ള ചികിത്സാ സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടി എല്ലാ നടപടി സ്വീകരിക്കുകയായിരുന്നു ചെയ്തത്. മന്ത്രി എന്ന നിലയ്ക്ക് വീണ ജോർജ് തുടർച്ചയായി ഈ വിഷയം ഉണ്ടെന്ന് കോഴിക്കോട്, അതേപോലെ തന്നെ തിരുവനന്തപുരത്ത് ഒരു ചികിത്സാപ്പിലുണ്ട് നവോദയ മെഡിക്കൽ. മന്ത്രി എന്ന നിലയ്ക്ക് യാതൊരു ഉത്തരവാദിത്വം ഇല്ലാതെ കുറച്ച് സമിതികളെ മാത്രം വെച്ചുകൊണ്ട് മാറി നടക്കുന്നത്. ആലപ്പുഴ മെഡിക്കൽ കോളേജിൻ്റെ കാര്യം എനിക്ക് കൃത്യമായിട്ട് അറിയാം. ചുരുങ്ങിയത് ഈ കഴിഞ്ഞ ഒരു 4-5 കൊല്ലത്തിനിടയിൽ ഒരു 6-7 സമിതികളെ വെച്ചിട്ടുണ്ട്. ഈ സമിതികളിൽ അവസാനം ഒരു കുറ്റക്കാരെയും കണ്ടെത്താതെ എല്ലാവരെയും പൊതിഞ്ഞു വെച്ച് സംരക്ഷിക്കുന്ന റിപ്പോർട്ട് കൊടുക്കും. അപ്പോഴേക്ക് ഈ കാര്യം മറന്നുപോകും ജനം. അല്ലാണ്ട് ഏത് സമിതിയുടെ അടിസ്ഥാനത്തിൽ ഏത് ആക്ഷൻ എടുത്തിട്ടുണ്ട് ഗവൺമെൻറ് ഒന്ന് പറയട്ടെ. ഒന്നും എടുത്തിട്ടില്ല. ആളുകളെ പറ്റിക്കുന്ന സംവിധാനമാണ് ഈ സമിതി എന്ന് പറയുന്നത്. അതല്ലല്ലോ വേണ്ടത്, ഓൺ ദ സ്പോട്ട് ആക്ഷനല്ല വേണ്ട. അവർക്ക് പോയാൽ അറിയാമല്ലോ, റെക്കോർഡ് നോക്കിയാൽ അറിയാമല്ലോ. അവിടെ പോയി മെഡിക്കൽ കോളേജിൽ പോകണം അവർ അടിയന്തരമായിട്ട്. ആ മെഡിക്കൽ കോളേജ് റിപ്പോർട്ടുകൾ വിളിച്ചു വരുത്തുമ്പോൾ അവർക്ക് സമിതിയുടെ കാര്യമില്ലല്ലോ, അല്ലെങ്കിൽ അവരുടെ DMAയുടെ അയക്കണം അവർ. ഇതൊന്നും ചെയ്യാതെ ഒരു സമിതിയെ വെക്കുക. ആ സമിതി എന്ന് പറയുന്നത് തന്നെ കേരളത്തിലെ ആരോഗ്യവകുപ്പിൻ്റെ സമിതി എന്ന് പറഞ്ഞാൽ ഇത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏർപ്പാടായിട്ട് മാറിയിരിക്കുകയാണ്. ഒരു പോലീസ് കേസിലേക്ക് കാര്യങ്ങൾ, ഇത്തരം കാര്യങ്ങളിൽ കടുത്ത അനാസ്ഥ
ഇതൊക്കെ ഒരു പോലീസ് അന്വേഷണം പോലും ഇതിന് വേണ്ട ആവശ്യമില്ല. വെറും സമിതിയെ വെച്ച് അല്ല, അവർ കുടുംബം നിയമപരമായിട്ട് മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. കുടുംബം അതിന് മുന്നോട്ട് വന്നാൽ അവർക്ക് എല്ലാ സഹായം ചെയ്തു. പക്ഷേ ഇതൊരു ഇത്തരം കാര്യങ്ങൾ നമ്മളിതിനെ വെളിച്ചത്ത് കൊണ്ടുവരും. നിങ്ങൾ മാധ്യമങ്ങൾ ഇന്നലെ രാത്രി മൊത്തത്തിൽ ഇത് ചർച്ച ചെയ്യുന്നതാണ്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനാണ്. അപ്പോൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടി സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്ന നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുണ്ടാവുന്നില്ലെങ്കിൽ പിന്നെ നിയമപരമായി മുന്നോട്ട് പോകും. അതുതന്നെ അതാ പറയുന്നത്. നമ്മുടെ വയറ്റിലാണ് ഇതുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ സ്ഥിതി എന്തായിരിക്കും, മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ ഒരു ശസ്ത്രക്രിയ കഴിഞ്ഞിട്ട് നമുക്കായി ഇത് പറ്റിയിരുന്നെങ്കിൽ എങ്ങനെ നമ്മൾ മുന്നോട്ട് പോകും? ഇതൊരു പാവപ്പെട്ട കുടുംബം, തൊഴിലുറപ്പ് തൊഴിൽ ചെയ്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുടുംബം പുനപ്രയിലെ ഈ ക്രൂരത കാണിച്ചിട്ട് അതിന് പരിഹാരം കാണുന്നതിന് പകരം അത് ഒളിപ്പിച്ച് വെക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് അതും ഗുരുതരമായിട്ടുള്ള ക്രിമിനൽ കുറ്റം തന്നെയാണ്, സംശയമില്ല. ഈ ആരോഗ്യമന്ത്രിനെ എങ്ങനെ വോട്ട് ചോദിക്കും ജനങ്ങൾ? അതിപ്പോൾ എന്ത് ചെയ്താലും അത് തനിക്ക് അലങ്കാരമാണെന്ന് പറയുന്നതോട് ഞാൻ എന്ത് പറയാനാണ്? ഇത്തരം സംഭവം ഉണ്ടായ ഒരു ക്വിക്ക് റിയാക്ഷനും ക്വിക്ക് റെസ്പോൺസുമാണ് പ്രതീക്ഷിച്ചിരുന്നത്. ഇന്നലെ രാത്രി തന്നെ ഈ കാര്യത്തിൽ നടപടി ഉണ്ടാകുന്നതാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. ഉണ്ടായി മുഖ്യമന്ത്രി ഭാഗത്ത് ഭയങ്കര എല്ലാ കാര്യത്തിലും ഇടപെടുന്ന കേരളത്തിന്റെ നമ്പർ 1 മുഖ്യമന്ത്രി കാര്യമൊന്നും കാണുന്നില്ല. അല്ല, ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പറയാറില്ലേ, ഇതിപ്പോൾ ഞാനിതിനെ രാഷ്ട്രീയത്തെക്കാളേറെ വൈകാരികമായിട്ടാണ് ഈ വിഷയത്തെ ഞാൻ കാണുന്നത്. കാരണം ഇതൊക്കെ എങ്ങനെ മുഖ്യമന്ത്രിക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും? ആർക്കെങ്കിലും കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുമോ? നിങ്ങളിപ്പോൾ ഇന്നലെ വാർത്ത കണ്ട് ആർക്കെങ്കിലും ഇത് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുമോ? അപ്പം ഇതിനൊക്കെ തന്നെ ഒരു നടപടി ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ഭരണ നേതൃത്വമായിരുന്നുവെങ്കിൽ ഇത് റിപ്പീറ്റ് ചെയ്യുമോ? ഇപ്പോൾ കേരളത്തിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോൾ നമ്മുടെ മുന്നിൽ തന്നെ നിരവധി സംഭവങ്ങളുണ്ട്. ഈ ഓപ്പറേഷൻ തിയേറ്ററുകളിൽ ഫ്ലോർ നേഴ്സ് എന്നുള്ള ഒരു ഇല്ല എന്നുള്ളതാണ് ഇന്ന് ഈ ഡോക്ടർ പ്രതികരിച്ചിട്ടുള്ളത്. ആ ഡോക്ടർ തന്നെ പറഞ്ഞിരിക്കുന്നത് സിസ്റ്റത്തിൻ്റെ ഫെയിലിയറാണ് അവർ പറഞ്ഞിട്ടുണ്ട്. അവരിന്നലെ ഞാൻ കേട്ടു. കാരണം എന്തായാലും അത് ഇതിന് ഓരോ ഉപകരണങ്ങൾ എത്രയാണ്, മൊത്തം എത്ര ഉപകരണങ്ങൾ എടുത്തു, ഇത് സർജറി നടക്കുമ്പോൾ ഉണ്ടാകുന്ന കൃത്യമായ കണക്കിൻ്റെ കാര്യത്തിൽ അതിനൊരു പ്രത്യേകമായിട്ടുള്ള ജീവനക്കാരി ഉണ്ടാവണമെന്ന് പറഞ്ഞു. അതില്ല. നമ്മുടെ മെഡിക്കൽ കോളേജുകളുടെ സ്ഥിതി വളരെ അനാസ്ഥയാണ്. ഓരോ ദിവസവും അവിടെ പോയി വരുന്ന ആൾ പുതിയ രോഗങ്ങളുമായിട്ട് തിരിച്ചു വരേണ്ട അവസ്ഥയാണ്. ഞാൻ സത്യത്തിൽ സർക്കാർ മെഡിക്കൽ കോളേജുകളെ ശക്തിപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആളും അതിനെ നെഗറ്റീവ് ക്യാമ്പയിൻ എതിർക്കുന്ന ആളുകളാണ്. കാരണം സ്വകാര്യ ആശുപത്രികളല്ല എല്ലാത്തിനും പരിഹാരം. പക്ഷേ ഇത്തരം സംഭവങ്ങൾ ഓരോ ദിവസവും ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? അവരടക്കം പ്രതികരിച്ചതിന് ഉത്തരവാദികളാണെന്നും കടുത്ത നടപടി ഉണ്ടാവുമെന്നാണ് വീണയുടെ മുന്നറിയിപ്പ്. ഉണ്ടാവട്ടെ, ഇന്ന് എടുക്കട്ടെ നടപടി, ആർജവത്തോടെ എടുക്കട്ടെ. ഞാൻ 3 കാര്യങ്ങൾ ചെയ്യുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ഒന്ന്, അവരെ കൊണ്ടുപോയി കംപ്ലീറ്റ് അവർക്ക് വേണ്ടുന്ന സർജറി നടത്താനുള്ള എല്ലാ കാര്യങ്ങളും അവർക്ക് കംഫർട്ടബിളായ സ്ഥലത്ത് ചെയ്തു കൊടുക്കണം. 2, അവർക്ക് ഇത്ര 5 വർഷമെങ്കിലും അവരിത് കൊണ്ടു കാണുന്നില്ലേ, സർക്കാരിൻ്റെ ഒരു സാധനം വയറ്റിൽ കൊണ്ടു കാണുന്നില്ലേ, അതിനവർക്ക് നഷ്ടപരിഹാരം കൊടുക്കണം. കാരണം ഇത് സാമ്പത്തിക ശേഷിയുള്ള കുടുംബമാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. 3ാമത്തെ കാര്യം, അന്വേഷണം നടത്തിയിട്ട് ആരാണോ കുറ്റക്കാർ, നമുക്കിപ്പോൾ കുറ്റക്കാരൊന്നും ജഡ്ജ് ചെയ്യാനൊന്നും പറ്റില്ല, ആരാണോ കുറ്റക്കാർ നടപടി എടുക്കണം. ഈ 3 കാര്യത്തിലും നടപടി എടുക്കുന്നതിന് സത്യത്തിൽ ഒരു സാവകാശത്തിൻ്റെ ആവശ്യമില്ല. ഇതൊക്കെ വളരെ പെട്ടെന്ന് ചെയ്യാവുന്ന കാര്യമുള്ളൂ. പക്ഷേ ഇത് വലിയ പ്രയോറിറ്റി അല്ല സർക്കാരിന്. ഇതൊന്നും വലിയ പ്രയോറിറ്റി അല്ല എന്നുള്ളതാണ് കാര്യം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.